ഇന്നത്തെ പൊതിച്ചോറിൻ്റെ സ്പെഷ്യൽ എന്താണെന്നറിയോ? മാമ്പഴപ്പുളിശ്ശേരിയാണ് കേട്ടോ. മണം മൂക്കി തട്ടിയിട്ട് അടുത്ത വീട്ടുകാർക്ക് പോലും നിൽക്കാൻ വയ്യാത്ത ഒരു കറി കണ്ടല്ലോ. ഇതാണ് നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി. അങ്ങനെ നമ്മുടെ വാഴയിലയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്, എണ്ണയൊക്കെ തേച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞു മണിയും കുത്തിരിച്ചോറിട്ട് കൊടുക്കുക. അങ്ങനെ നല്ല കുഞ്ഞു മണിയും കുത്തിരിച്ചോറിട്ട് കൊടുത്തു. ചോറ് വളരെ കുറച്ച് മതി എന്ന് പറഞ്ഞ്, അപ്പം നമുക്കൊരു കുഞ്ഞു പൊതിച്ചോറ് മതി എന്ന്. അങ്ങനെ കുഞ്ഞുമണിയും കുത്തിരിച്ചോറിട്ട് കൊടുത്തു. പിന്നെ നാടൻ കോഴിമുട്ട വറുത്തത് വെച്ച് കൊടുത്തു. പിന്നെ നല്ല ഉണക്കമുളക് ചതച്ച ചെറിയുള്ളിയും വിനാഗിരിയും വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അങ്ങനെ ഇറ്റ് വീഴുന്ന ചമ്മന്തി കണ്ടോ. ഇതൊന്നും എല്ലാ മലയാളികൾക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു ചമ്മന്തി ഇതുണ്ട്, വെളിച്ചെണ്ണ ഇറ്റിറ്റ് വീഴുന്നത് ആ ചമ്മന്തി. ആ മുളക് ചമ്മന്തി മാത്രം മതിയാവും ചിലർക്കൊക്കെ കഞ്ഞി കുടിക്കാനായിട്ടല്ലേ. പിന്നെ എന്താണെന്നറിയോ, നല്ല നേന്ത്രക്കായ് ഒലത്തിയതുണ്ട് കേട്ടോ. കായ ഒലത്തിയത് പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയല്ലേ. ഇതാ നല്ല നേന്ത്രക്കായ് ഒലത്തിയത് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം നമുക്ക് ഇത്തിരി അധികം വെച്ച് കൊടുക്കാം. പിന്നെ അങ്ങനെ ഒരു മുള്ളൻ ചേട്ടൻ വറുത്തത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉണക്കമുള്ളനാണ്, എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളൊരു മീനല്ലേ. നല്ല പുതിയതാകുമ്പോൾ നല്ല ടേസ്റ്റാണ്, കഴുകിയാൽ തന്നെ ഉള്ളൊരു സ്മെല്ല്. പിന്നെ ഇന്ന് ഒഴിച്ചു കൂട്ടാൻ എന്താണെന്നറിയോ, നമുക്കൊക്കെ ഇഷ്ടമുള്ള നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി. അങ്ങനെ നമുക്ക് നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി ഇട്ട് കൊടുക്കാം. ഈ മാമ്പഴപ്പുളിശ്ശേരി മാത്രം മതി കേട്ടോ ചോറിന്. അത്ര മണമാണ്, അത്ര രുചിയുമാണ്. അങ്ങനെ നമ്മുടെ മാമ്പഴപ്പുളിശ്ശേരി. അങ്ങനെ ഇന്നത്തെ നമ്മുടെ കിടുക്കാച്ചി പൊതിച്ചോറിൽ ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് എന്തൊക്കെയാണെന്നൊന്നും കൂടെ നോക്കിയാലോ. നാടൻ കോഴിമുട്ട വറുത്തത്, നല്ല ഉണക്കമുളകും ചെറിയുള്ളിയും കൂടെ ചതച്ചത്, മാമ്പഴപ്പുളിശ്ശേരി, നേന്ത്രക്കായ് ഉപ്പേരി, മുള്ളൻ വറുത്തത്. അങ്ങനെ സുഖകരമായിട്ട് എല്ലാവരും ജീവിക്കുക. ഓരോ നിമിഷവും ആരെയും തൃപ്തിപ്പെടുത്താനൊന്നും അല്ലല്ലോ. എന്തിനാണെന്നറിയോ, രാത്രി കണ്ണടയ്ക്കുമ്പോഴേ ഉറങ്ങാൻ പാകത്തിന് നമ്മൾ നമ്മളായി തന്നെ ഇരിക്കുക. നമ്മൾ ഈ ലോകത്തുനിന്ന് പോയാലുമേ ആർക്കും ഒരു നഷ്ടവുമില്ല എന്ന് മനസ്സിലാക്കുക. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാണ്. അതുകൊണ്ട് എല്ലാവരും നന്നായി ജീവിച്ച് നല്ലൊരു ഐശ്വര്യത്തിലെത്തട്ടെ.